കേരളത്തിലെ CPM പാർട്ടി ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾക്കെല്ലാം തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഈ വാക്കുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റേതാണ്. ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരും കൂടെ നിൽക്കില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സത്യമാകുന്നു. G. സുധാകരൻ, ഐഷ പോറ്റി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ CPMനെ തഴയുമ്പോൾ കേരളം CPMനെ തള്ളിപ്പറയുകയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പാർട്ടിയുമായി അകന്നു കഴിഞ്ഞു. CPMന്റെ സംസ്കാരം തന്നെ മാറിയിരിക്കുന്നു. തീവ്ര വലതുപക്ഷ നിലപാടുകളിലേക്ക് പാർട്ടി കടന്നതിന്റെ ഫലമായിട്ടാണ് മുതിർന്ന നേതാക്കൾ പാർട്ടി ഉപേക്ഷിച്ചത്. സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് CPM. വർഗീയതയോടുവരെ CPM കോംപ്രമൈസ് ചെയ്യുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് G. സുധാകരന്റെ നിലപാടുകളെന്നും സതീശൻ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ വികസനത്തിനും സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനും UDF പുതുയുഗയാത്ര നടത്തി വിജയമുറപ്പിക്കുമ്പോൾ അപ്പുറത്ത് സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയാതെ വയ്യ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചില കാര്യങ്ങൾ കൂടി തുറന്നു പറയുന്നുണ്ട്. CPMന്റെ ന്യൂനതകൾ മറയ്ക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് കോടികളെടുത്ത് പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് പിണറായി സർക്കാർ. വേറെ ഒരു ഗവൺമെന്റും ഖജനാവിന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ടാകില്ല. പാർട്ടി ഫണ്ടിൽ നിന്ന് പണമെടുക്കാതെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് പിണറായി വിജയനും CPMും പ്രചരണം നടത്തുന്നതെന്നും സതീശൻ ആരോപിക്കുന്നുണ്ട്. പണമില്ലാത്തതുകൊണ്ട് കേരളത്തിൽ ബില്ലുകൾ പാസ്സാവുന്നില്ലെന്നും പണത്തിനു മേൽ ധനകാര്യ വകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും സതീശൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പണമില്ലാത്ത സാഹചര്യം പിണറായി സർക്കാരിന്റെ PR വർക്കിനെ ബാധിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. 10 കൊല്ലം എടുത്താണ് സർക്കാർ 5 ലക്ഷം വീടുകൾ പണി കഴിപ്പിച്ചത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് നിലവിലുണ്ടായിരുന്ന 5 പദ്ധതികൾ കൊണ്ട് 5 വർഷം കൊണ്ട് 4,43,000 വീടുകൾ വെച്ചിരുന്നു. കണക്കുകൾ നൽകി വികസന പദ്ധതികൾ കൂടുതൽ ചെയ്തുവെന്ന് ഊതി വീർപ്പിക്കുകയാണ് പിണറായി സർക്കാരെന്നും സതീശൻ പരിഹസിക്കുന്നുണ്ട്. CPM എത്ര വെള്ളപൂശിയാലും സർക്കാരിന്റെ തനിനിറം കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പോടെ CPMന്റെ വിധി കേരളം തിരുത്തിക്കുറിക്കുമെന്ന് ഉറപ്പാണ്. VD സതീശന്റെ പ്രതികരണം കാണാം. കേരളത്തിലെ CPM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കേരളത്തിലെ CPMന് സംഭവിക്കും. കാരണം അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്, നേതാക്കളുള്ള സ്ഥലമാണ് കേരളം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലുകയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPMുമായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റോ ഇല്ല, ഒരു ഇടതുപക്ഷോ ഇല്ല. സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴികളിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. എല്ലാത്തിനോട് കോംപ്രമൈസ് ചെയ്യാണ്. വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാണ്. തീവ്ര വലതുപക്ഷവാദത്തോട് കോംപ്രമൈസ് ചെയ്യാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ, CPMന്റെ അടിത്തറ കേരളത്തിൽ ഇളകിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് G. സുധാകരന്റെ ഇപ്പോഴത്തെ പുതിയ നിലപാടുകൾ. ഇതിനെ മറയ്ക്കാൻ വേണ്ടി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിക്കുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് കോടികൾ എടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. കേരളം ഭരിച്ച ഒരു സർക്കാരും ഖജനാവ് ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടില്ല. ഈ ഗവൺമെന്റ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ PRന് വേണ്ടി തന്നെ കോടികളാണ് ഖജനാവിൽ നിന്ന് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് അവരുടെ പ്രചരണം നടത്താൻ ഒരു തെറ്റില്ല. പക്ഷേ അത് സ്വന്തം പാർട്ടിയുടെ കയ്യിൽ നിന്ന് വേണം പണം എടുക്കാൻ വേണ്ടി. ഇത് ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വം കൊടുക്കുന്ന CPMും പ്രചരണം നടത്തുന്നത്. കോടികളാണ് കേരളത്തിൽ അതിനുവേണ്ടി ചെലവാക്കിയത്. ബില്ലുകൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ ബില്ല് പാസ്സാവുന്നില്ല. 5 മാസമായി 10 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ബില്ലുകൾ പാസ്സാകുന്നില്ല. 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പല ബില്ലുകളും വാങ്ങിച്ചു വയ്ക്കുകയാണ്. എല്ലാ ദിവസവും ധനകാര്യ വകുപ്പിലെ ഉത്തരവുകളാണ്. പണത്തിന്റെ നിയന്ത്രണം, പൈസ ഇല്ലാത്തതുകൊണ്ട് നിയന്ത്രണമാണ്. പക്ഷെ ഇതൊന്നും ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെയോ PR പ്രചരണങ്ങളെ ബാധിക്കുന്നില്ല. ഒരു സർക്കാരും ചെലവാക്കിയതിനേക്ക് അതിന്റെ എല്ലാ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
തെറ്റായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം വീടുകൾ ലൈഫിൽ നടത്തി, അതാണ് ഒരു വലിയ പ്രചരണം. 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചു എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് നിലവിലിരുന്ന 5 പദ്ധതികൾ കൊണ്ട് 5 വർഷം കൊണ്ട് 4,43,000 വീടുകൾ വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഈ മന്ത്രിമാർ തന്നെ തന്ന കണക്കുകളാണ്. അപ്പം 4,43,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചു 5 കൊല്ലം കൊണ്ട്. അന്ന് പണി തുടങ്ങിയ വീടുകൾ ഉൾപ്പെടെയാണ്, അന്ന് പണി തുടങ്ങിയ കുറെ വീടുകൾ ഉൾപ്പെടെയാണ് ഇവരുടെ 10 വർഷത്തെ കണക്കാണ് 5 ലക്ഷം. എന്നിട്ട് ഊതി വീർപ്പിക്കുകയാണ് 5 ലക്ഷം 10 കൊല്ലം കൊണ്ടാണ്. അവ യഥാർത്ഥത്തിൽ 2011 മുതൽ 16 വരെയുള്ള യാതൊരു താരതമ്യമില്ല. പവർ കട്ട് ഒഴിവാക്കി എന്ന് പറയാണ്. നിങ്ങൾക്ക് എന്താണ് സ്ഥിതി? അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ പവർ കട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുണ്ട്. എന്റെ കാര്യം, പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ, ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ 25 വർഷത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോഴേക്ക് പവർ കോറിഡോർ റെഡിയായി. അത് തന്നെയാണ് 7 കൊല്ലമായിട്ട് ഈ ഗവൺമെന്റ് നടത്തിയത്.